ഹലോ, നമുക്കിന്ന് പിസ്സ ഉണ്ടാക്കിയാലോ? അതും വീട്ടിൽ തന്നെ. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ കാവ്യ. അത്രയ്ക്ക് അങ്ങോട്ട് അലമ്പാക്കണില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പിസ്സ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 500 ഗ്രാം ഉണ്ട് പിസ്സയുടെ മൈദ എടുത്തു. മൈദ എടുത്ത് അതിനൊരു ഉപ്പൊക്കെ ഇട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഈസ്റ്റ് ഇട്ട്, ഈസ്റ്റ് ഡയറക്റ്റ് അല്ല കേട്ടോ, കുറച്ച് ചൂടുവെള്ളത്തിൽ കുഞ്ഞൊരു ഗ്ലാസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇട്ടിട്ട് അതൊന്ന് കുഴച്ചെടുത്തിട്ട് അത് ബൗളിൽ വെച്ചു. കുറച്ച് എണ്ണയൊക്കെ മേലെ പരട്ടിയിട്ടുണ്ടായി. അത് നമുക്കൊരു 3 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. കുറച്ച് മുന്നേ നമ്മൾ തീരുമാനിച്ചുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം. ഞാൻ മുന്നേ ആക്കി വെച്ചില്ല, അന്ന് തന്നെ വെച്ചേ. അന്ന് വന്ന് പിന്നെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സമയമായി. എനിക്ക് അങ്ങനെ ക്ഷമയില്ലടോ. അങ്ങനെ നമ്മൾ പിന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി അതിൽ നിന്ന് നമുക്ക് ബോൺലെസ് ചിക്കനാണ് ആവശ്യം. ചിക്കൻ അങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അതിൽ തീരെ എല്ലില്ലാണ്ട് നോക്കുക. കാരണം നമ്മൾ പിസ്സ കഴിക്കുമ്പോൾ ഈ എല്ലൊക്കെ അത് അത് മോശമാടോ. അപ്പോൾ ക്ഷമാപൂർവ്വം അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട്, എല്ല് ബാക്കിയുള്ളതൊക്കെ നമ്മൾ വറുത്ത് തിന്നാം ചോറിക്ക്. എന്നിട്ട് അതിൽ കുനുകുനാന്ന് അരിഞ്ഞ ചിക്കൻ എടുത്തിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് ഇട്ടിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. അത് കുറച്ച് സെറ്റ് ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്കതിൽ ഈ പിസ്സയുടെ മേലേക്ക് നമുക്കൊരു ചീസ് അല്ല അല്ലേ, എന്തായാലും പറയാം, സോസ് വേണം. ആ സോസിന് നമ്മുടെ വീട്ടിലുള്ള തക്കാളി, ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ടായി. പിന്നെ 2-3 വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഒന്ന് ജാറിലിട്ടിട്ട് അതിൽ ഇത്തിരി പോലും വെള്ളം പാടില്ല. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പാൻ എടുക്കുന്നു, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിൽ കുറച്ച് എന്താ പറയുക, വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞിട്ടത് ഇട്ടിട്ട് അതൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്തേക്ക് ഈ തക്കാളിയുടെ നമ്മൾ ഈ പേസ്റ്റ് ചെയ്ത് വെച്ച ഈ തക്കാളി അങ്ങോട്ട് ഇടുന്നു. അതിങ്ങനെ കുറുകി കുറുകി വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കുന്നു. തീരെ അടി പിടിക്കരുത്. ഇത്രയും ശ്രദ്ധിക്കേണ്ടുള്ളൂ. എനിക്ക് ഈ ഫുഡ് വ്ലോഗ് അറിയത്തില്ല, പക്ഷേ എനിക്കിത് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളിലേക്കും കൂടെ അറിയിപ്പിക്കാം, ഈ പിസ്സ ഭയങ്കര എളുപ്പമാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയില്ലേ, അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ പിസ്സ അല്ലെങ്കിൽ ബർഗർ അല്ലെങ്കിൽ ചിക്കൻ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കേക്ക്, ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ എളുപ്പമാടോ. നമ്മൾ മടി പിടിച്ചിരുന്നാൽ ഇതൊക്കെ ഭയങ്കര ടഫാണ്, അതൊക്കെ കടയിൽ പോയി കഴിക്കണം, ബേക്കറിയിൽ പോയി കഴിക്കണം. പക്ഷേ ഇതിനൊക്കെയോ നല്ല പൈസയാണ്. പക്ഷെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുമ്പോൾ കറക്റ്റ് അതുപോലെ. ഞാൻ ഒരു വട്ടേ പോയിട്ടുള്ളൂ കഴിക്കാൻ, എങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, സംഭവം അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, എൻ്റെ ചേച്ചി വരെ പറഞ്ഞു, ഉഫ്, ഞാൻ ഇതുവരെ കടയിൽ പോയി കഴിച്ചതിനേക്കാൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനൊരു ബ്രൗണി അല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. ഇത്രയും നേരം ഞാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു. കഥകൾക്കപ്പുറമുള്ള വീഡിയോ, പിന്നെ വേറെ കുറേ ട്രോളന്മാരുടെ വീഡിയോ, ഇതൊക്കെ മൂവിയുടെ ട്രോളിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് യൂട്യൂബ് തന്നെ കണ്ടിരിക്കുകയായിരുന്നു. വേറെ എങ്ങോട്ടും പോയില്ല, അവിടെ തന്നെ ഉണ്ടായി ഞാൻ. പക്ഷെ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ എനിക്ക് നല്ല മടി. ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത വീഡിയോ ഞാൻ കാണുന്നുണ്ടായി. നമുക്ക് കഥ വിട്ട് പിസയിലേക്ക് വരാം. ഈ പിസയുടെ മേലിടേണ്ട ഈ സോസാണ് നമ്മളിപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വെള്ളം ഒഴിക്കാണ്ടിരിക്കുക, അത് മസ്റ്റ്. അത് മസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. തെറ്റിപ്പോയി. ഇത് നന്നായിട്ട് കുറുക്കി വരുന്ന സമയത്ത് ഒരു മണമുണ്ട്. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ തക്കാളിയുടെ ഒരു മണം, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ്, മണമല്ല, ടേസ്റ്റ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിൽ നിങ്ങളെ കാണിക്കാതെ ഞാനൊരു സാധനം ആഡ് ചെയ്തിട്ടുണ്ടായി. അതെന്ന് വെച്ചാൽ നമ്മുടെ സാധാ ടൊമാറ്റോ സോസ്. അതിട്ടാൽ കറക്റ്റ് ആ ഒരു തക്കാളിയുടെ ആ ഒരു ചൊയ, എന്താ പറയുക, അത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ കുറുകി കുറുകി ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായി. അപ്പം അടിപൊളിയായിട്ട് തോന്നി എനിക്ക്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ആ പാനൊക്കെ ഒന്ന് കഴുകുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ അങ്ങോട്ട് വേവിക്കാൻ വിടുക. അതിൽ ഒന്നും തൽക്കാലം ആദ്യം ആഡ് ചെയ്യണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കുറച്ച് മാറ്റി വെച്ചല്ലോ, എന്നിട്ടത് കഴുകുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം അവന് പുറത്തേക്ക് വരും. അപ്പോൾ അത് നമ്മൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പ്, അല്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി. അതാണ് കുറച്ചും കൂടിയും ബെറ്റർ എന്ന് എൻ്റെ അനിയത്തി പറഞ്ഞു. എനിക്കിതിനെക്കുറിച്ച് വല്ല വശമൊന്നുമില്ല. പക്ഷേ സംഭവം അടിപൊളിയായി. ഞാനത് 2ാമത്തെ പിസ്സ ഉണ്ടാക്കണ ഒരു അനുഭൂതി പറയുകയാണ്. അങ്ങനെ ചെയ്ത് നോക്ക്. ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് അത് ഒരുപാട് വേവിക്കണ്ട, കാരണം നമ്മൾ ഓവനിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതാക്കി ആ വെള്ളമൊക്കെ ഈ കാണുന്ന വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ ക്യാപ്സിക്കവും സവാള, നമ്മുടെ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ കുനുകുനാന്നരിയാം. ക്യാപ്സിക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്താണോ ഇഷ്ടം അത് കുറേ ആഡ് ചെയ്തു. ഇഷ്ടമല്ല എന്നാണെങ്കിൽ ഈ സവാളയൊന്നും ഒരുപാട് ആഡ് ചെയ്യാൻ നിൽക്കണ്ട. കുറച്ച് ഒരു അലങ്കാരത്തിന് അവിടെ ഇവിടെയൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി. ഇതിനേക്കാൾ റെഡിയാവും. ചിക്കൻ അങ്ങനെ മുരിഞ്ഞ് വരും അത് ഓവനിലിടുമ്പോൾ. ഇനി ഇൻ കേസ് നിങ്ങൾ ഓവനിലല്ല ഉണ്ടാക്കുന്നതിൽ കൂടി ഇത് നന്നായിട്ട് മുരിയിപ്പിച്ചെടുത്തോ,
അടിപൊളിയാവും. എന്നാലേ അതൊരു കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റായി തോന്നുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞൻ വന്ന് നോക്കുന്നു, എന്താണ് ഇവരെല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരിക്കണേ. പാപ്പനതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. രണ്ട് മെമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. കുട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അവൻ മനസ്സിലായിരിക്കും, ഓ ഇവർ പിസയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവനും ചിലപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരിക്കാം. പക്ഷേ അവനിപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് ഞങ്ങളെ നോക്കി നിൽക്കുകയാണ് കുട്ടി. ചിക്കനൊക്കെ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലുള്ള ചിക്കൻ ഞങ്ങൾ ഉച്ചയ്ക്ക് വേണ്ടി വറുത്തുകൊണ്ടിരിക്കുകയാണത്. നമ്മൾ വേസ്റ്റ് ആക്കരുതല്ലോ, ചിക്കനല്ലേ, തിന്നണ്ടേ, ആസ്വദിക്കണ്ടേ. അങ്ങനെ കുനുകുനാന്നരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ മാറ്റി വെക്കാം. അത് ഓരോന്നോരോന്നായിട്ട്, കാരണം ലാസ്റ്റാണ് നമ്മുടെ എല്ലാം കഴിഞ്ഞ പണി. ഇപ്പോൾ അത്യാവശ്യ സമയം വീർക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി ഇനി സമയം ഞാൻ കൊടുക്കില്ല, കാരണം എനിക്ക് അതിനുള്ള ക്ഷമയില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ബേസിക് എത്രയാണോ ആവശ്യം അത്രയ്ക്ക് മൈദ എടുക്കുക. മൈദ കുറച്ച് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. കുറച്ച് നേരം ഞാനിപ്പോൾ ഈ അരിയുന്ന സമയത്തും ചിക്കനൊക്കെ ആക്കുന്ന സമയത്ത് അത്രയും സമയം കൊടുത്തുള്ളൂ, എന്നാലും മൈദ കുറച്ച് വീർക്കാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നു. കുറച്ച് സോഫ്റ്റാക്കി കിട്ടി. നമ്മുടെ ഏതിൽ വെച്ചിട്ടാണോ നമ്മൾ ബേസ് നോക്കുന്നത്, ഞാനിപ്പോൾ ആ പ്ലേറ്റിൽ തന്നെ ആക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അതിനൊന്ന് പ്രസ് ചെയ്ത് വിട്ട് ഭയങ്കര അതിൽ നമ്മൾ വട്ടാക്കും തോറും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടണം. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഇപ്പോൾ അടയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അത് കൂടുതലും എളുപ്പമായിരിക്കും. എൻ്റെ അമ്മയ്ക്കൊക്കെ എളുപ്പമായിരിക്കും. എനിക്കറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ബേസ് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇടിച്ച് ജാമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വട്ടം കൈ കൊണ്ട് തന്നെ ആക്കി വരണമല്ലോ. അങ്ങനെ ഇത് കോല് വെച്ച് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൈ വെച്ചാണ് ആക്കി നോക്കിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് എളുപ്പമാണ്. 2-3 വട്ടം ആക്കിയാൽ ഞാൻ കുറച്ച് എക്സ്പേർട്ട് ആകുമായിരിക്കും. എനിക്ക് തോന്നുന്നു അമ്മ എന്നേക്കാൾ എക്സ്പേർട്ടായിരിക്കും, കാരണം അമ്മ വീട്ടിൽ അടയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. നമുക്ക് വീട്ടിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് ഏറ്റവും, അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ടൊക്കെ കുത്തി അതിൽ കുറച്ച് ഹോളൊക്കെ ആക്കാം. എന്നിട്ട് സോസ് അതിൻ്റെ മേലാക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോണ്ടേ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടിലും ആക്കി, സ്പൂൺ വെച്ചിട്ടും ഫോർക്ക് വെച്ചിട്ടും അതിൽ കുറേ കുത്തി പണ്ടാറായി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാറ്റി വെച്ച സോസ് അത് അതിൻ്റെ മേലേക്ക് ഇടുക. അത്യാവശ്യത്തിന് ഇടുക. ഞാൻ ഒരു 3 പീസ ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത്. പക്ഷേ എല്ലാം കറക്റ്റായിരുന്നു. പെർഫെക്റ്റ് 2 എണ്ണത്തിലേക്ക് മാച്ചായിട്ടായിരുന്നു എൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നത്. പിന്നെ ബൈ ദ ബൈ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ ഇത്രയും വലിയ കിണ്ണം എങ്ങനെ ഓവനിൽ പാകമാക്കുമെന്ന്? ലാസ്റ്റ് ട്വിസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ മേലേക്ക്, ഇപ്പോൾ സവാള അല്ലെങ്കിൽ ക്യാപ്സിക്കം എല്ലാം കൂടെ മേളിലേക്കായിട്ട് അലങ്കാരം എന്നുള്ള രീതിയിൽ വെച്ച് കൊടുത്തു. ക്യാപ്സിക്കം ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തു, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മൊത്തം അരിഞ്ഞിട്ട് അത് മൊത്തമായിട്ട് ഇട്ട് കൊടുത്തു. അത് നല്ല ഭംഗിയിലൊക്കെ അരിയണമായിരുന്നു. എന്നെക്കൊണ്ടാകും വിധം ഇത്രയൊക്കെ ഭംഗി ഉണ്ടായിരുന്നുള്ളൂടോ. അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ മൊസറല്ല ചീസ്, ഞാൻ ആദ്യം മൊസറല്ല ചീസ് അല്ല വാങ്ങിയിട്ടുണ്ടായേ, മറ്റേ ഈ സ്ലൈഡായിട്ട് ബർഗറിലുണ്ടാവുന്ന ചീസ് ഉണ്ടാവുള്ളൂ. അത് ഞാൻ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ടായിരുന്നു ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായത്. ഞാൻ ആദ്യം ഒരു ഫ്രൈ പാനിൽ ജസ്റ്റ് ഒരു വെറുതെ ഡയറക്റ്റ് ലോ ഫ്ലെയിമിലാക്കി പരീക്ഷിച്ചാണ് ഉണ്ടാക്കിയത്. ഇത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലായിരുന്നെങ്കിലും അത് പിസയാണെന്ന് തോന്നും, അത്രയ്ക്കും കുഴപ്പമില്ലാത്തതായിരുന്നു. ഞാൻ ആദ്യം വീട്ടിലുണ്ടാക്കിയ പിസ ഞാൻ മോശം പറയല്ല, സംഭവം കൊള്ളായിരുന്നു. അതിൻ്റെ ഇടയിൽ അവിടെ ഒരാൾ ചോറിനാൻ തുടങ്ങി. അത്രയും സമയം എടുത്തു നമ്മൾ, കാരണം വീഡിയോ എടുക്കലും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉണ്ടാക്കലൊക്കെ ആകുമ്പോൾ അത് കുറച്ച് ലേറ്റായി പോയി ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും. എന്നാലും ആസ്വദിച്ച് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ചീസ് ഇടുന്ന കാര്യത്തിൽ എന്നെ കുറച്ച് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കുറേ ചീസ് ഇട്ടു. ആ കവറ് മൊത്തം ഞാൻ ഏതാണ്ട് തീർത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് പൊട്ടിച്ച ചീസ് മൊത്തം 2 എണ്ണത്തിൽ ആദ്യം ഇട്ടു. അത് കഴിഞ്ഞ് ഓവനിലായപ്പോൾ ചീസ് പോരാ, അപ്പം ഞാൻ ഒന്നും കൂടി ഇട്ടു. എന്നിട്ട് ആ ചീസ് മൊത്തമാക്കി. അത് നല്ലേ, നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പിസ്സ തിന്നിങ്ങനെ വലിയണതൊക്കെ. ഞാൻ കടയിൽ പോയി തിന്നപ്പോൾ അങ്ങനെ വലിഞ്ഞുണ്ടായി. എൻ്റെ പിസ്സ അങ്ങനെ വലിയാൻ വേണ്ടി ഞാൻ കുറച്ച് ചീസ് അങ്ങോട്ട് കൂടുതലിട്ടു. പക്ഷേ അത്ര വേണ്ട കേട്ടോ, നിങ്ങൾക്ക് എത്ര ആവശ്യം നോക്കിയിട്ട് ഇട്ടാൽ മതി. എന്തായാലും നമ്മൾ ആദ്യം ഒരു 20 മിനിറ്റ് വെച്ച് പിന്നെ ഒരു 20 മിനിറ്റ് കൂടെ അങ്ങനെ ടൈം നോക്കി വെച്ചാൽ മതി. ഓവനിലൊരു 10 മിനിറ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാൻ വിട്ടു. അത് ഓവൻ ഹീറ്റായി ഒന്ന് ചൂടായിരുന്നോട്ടെ, ആളിപ്പോൾ ഭയങ്കര കൂളല്ലേ, അപ്പോൾ ആളൊന്ന് ഹീറ്റാക്കാൻ വിട്ടു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുഞ്ഞൻ ചോറിഞ്ഞൊന്നും ഞങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പഴമൊക്കെ തിന്നാൻ പോയി. ആ ഒരു ബ്രേക്കിൽ അതായപ്പോൾ ഒന്ന് ഹീറ്റായപ്പോൾ ആദ്യത്തെ പ്ലേറ്റ് വെച്ചു. അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ആ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായി വരുന്നത്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഓവണിൽ ഇതിങ്ങനെ ആയി വരുന്നത് കാണുന്നത്. ഇത് കാണുമ്പോൾ നല്ല സന്തോഷം, ഞാനല്ലേ ഉണ്ടാക്കി. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അതെടുത്ത് മുറിച്ചു. ആ സമയത്ത് തന്നെ മറ്റേതെടുത്ത് ഉള്ളിലേക്ക് വെച്ചു. ഇത് കഴിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് ആരോടും പറയണ്ട, സിനിമ തിയേറ്ററിൽ പോയിട്ടാണ് കഴിച്ചത്.
ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ഈ ചീസൊക്കെ ഇങ്ങനെ വായിൽ നിന്ന് ഇങ്ങനെ വരണ രീതിയിലെടുത്ത് വീഡിയോ കാണിച്ചു തന്നെ. അപ്പോൾ ഇനി മടി പിടിച്ചാരും പിസ്സ ഉണ്ടാക്കാണ്ടിരിക്കണ്ട. മടിയുള്ള ഞാൻ തന്നെ ഉണ്ടാക്കി. അപ്പം നിങ്ങളും ഉണ്ടാക്കും. ഇത് ഞാൻ വീട്ടിൽ ആദ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഇപ്പം ഞാൻ ഉണ്ടാക്കിയതും. അപ്പോൾ ഓക്കെ, ലവ് യു ആൻഡ് ബൈ.